നമ്മുടെ നാട്ടിലൊരു ഹൈപ്പർ മാർക്കറ്റ് അത് തന്നെയാണ്, അതേപോലെയൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങൾ ഇറങ്ങുന്നത് വരെ അവർ ഞങ്ങളുടെ ബാക്കിൽ നിന്ന് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുത്തെ ഇതൊക്കെ റേറ്റ് കുറവാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് നല്ല റേറ്റ് ആണെങ്കിൽ ഇത് ഭയങ്കര റേറ്റ് കുറവാണ്. ബാഗൊക്കെ ഇത് ഇങ്ങനെ ഫ്രണ്ടിൽ ഇട്ടുകൊണ്ട് വേണം പോകാൻ, അല്ലെങ്കിൽ ബാക്കിൽ കൂടെ ഒന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകും. ഇവിടെ ഭയങ്കര മോഷണമൊക്കെ ഉണ്ട്. വൈകിട്ടാകുമ്പോൾ എല്ലാവരും സ്നാക്സ് ആയിട്ട് നമ്മുടെ നാട്ടിൽ വടയും ചായയും കഴിക്കുമ്പോൾ എല്ലാവരും ഇവിടെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമ്മയ്ക്ക് കുറേ ഷോപ്പിംഗ് ഉണ്ട്. മുംബൈയിലെ ഡിമാർട്ട് ഉണ്ട് ഗൈസ്, ഭയങ്കര ലാഭത്തിന് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പം നമ്മളിത് ഡിമാർട്ടിലോട്ട് പോവുകയാണ്. ഡിമാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രാമേന്ദ്രൻ പോലെയാണ് അല്ലേ അമ്മ? ഫുള്ളിങ്ങനെ രണ്ട് സൈഡ് ഫുള്ള് സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ട് ഗൈസ്. നമുക്ക് എന്ത് സാധനം വേണമെങ്കിൽ നമുക്കിങ്ങനെ നടന്നു പോകാം, വാങ്ങിച്ചുകൊണ്ട് പോകാം. പ്രത്യേകിച്ച് വേറൊരു ചന്തയിലോട്ട് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. അതൊരു ഇവിടുത്തെ ഒരു വലിയ ഹൈലൈറ്റ് ആണ്, വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. നമ്മുടെ കൂടെ ഒന്നും അമ്മയെ കാണാനില്ല. അമ്മ നേരെ ഡിമാർട്ട് എത്തിയതാ തോന്നുന്നത്. അമ്മയ്ക്ക് അന്ന് ഹിന്ദി അറിയത്തില്ല, പക്ഷെ അമ്മ ആംഗ്യ ഭാഷ കാണിച്ചാലും ഇവിടെ വെൽ ഡിസിപ്ലിൻഡ് ആയിട്ട് നടക്കും. ഒരു ഷെയർ ഓട്ടയാണ് നമുക്ക് ഈ ഹോട്ടലിലാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഡിമാർട്ട്. ക്വാളിറ്റിയിൽ നല്ല അഫോർഡബിൾ റേറ്റ് കിട്ടും. എന്നാലും ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്ന വീരാർ വെസ്റ്റിലുള്ള ഡിമാർട്ടിലാണ് കേട്ടോ. ഇതിപ്പോൾ നാലാസുപ്പാറയിലെ ഡിമാർട്ടിൽ ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മുടെ നാട്ടിലൊരു ഹൈപ്പർ മാർക്കറ്റ് അത് തന്നെയാണ്, അതേപോലെയൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവർക്കിത് എങ്ങനെ മുതലാവുമെന്നൊന്നും അറിയത്തില്ല. നല്ല ക്വാളിറ്റി സാധനം നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ കിട്ടും. അത് ഡിമാർട്ട് നൈസാണ്. ഷർട്ടിനൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട് ഗീസ്. ഇതിന് വന്നിട്ട് റേറ്റ് വന്നിട്ട് ഇതിനിത് 349 രൂപ ഉള്ളൂ. ക്വാളിറ്റി വന്നിട്ട് അത്യാവശ്യം കൊള്ളാം ഗീസ്. റേറ്റ് അഫോർഡബിൾ ആണ്. ഷർട്ട് ഐറ്റംസൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഗീസ്. ഷർട്ടിനൊക്കെ 499 രൂപ ഉള്ളൂ. ക്വാളിറ്റി ഉണ്ടല്ലേ? ഇവിടെ കുട്ടികളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ജോമ ഇനി ഇത് സ്ട്രീറ്റിലൊരു പദമാക്കി കഴിഞ്ഞാൽ കുറച്ച് പേരെ സ്ട്രീറ്റിൽ വായിക്കാൻ പോവാണ്. നീ ഇവിടെ പിള്ളേരൊക്കെ കാണാൻ നിൽക്കുക. നമ്മൾ ഇത്രയും ഷോപ്പ് ചെയ്തു. ഇവിടെ വീഡിയോ അലൗഡ് അല്ല കേട്ടോ. ഞങ്ങളിത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലാഭത്തിനൊക്കെ കിട്ടി കേസ്. വില കുറവാണ്, നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ്. അതിനടുത്ത് ക്യാമറ അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുറേയൊക്കെ എടുത്തപ്പോൾ അവരൊന്ന് പറഞ്ഞു വീഡിയോ അലൗഡ് അല്ല, എടുക്കണ്ടാന്ന്. സ്ട്രീറ്റിൽ ഫുള്ളും കടകളാണ് കേട്ടോ, ഓരോരോ കടകളും. രാത്രിയാകുമ്പോൾ ഇവിടെ ഫുള്ള് ക്രൗഡായിരിക്കും, ഫുള്ള് നല്ല തിരക്കും ആവും, കടയെല്ലാം ഫുള്ള് ഓണാവും. എല്ലാ സ്ട്രീറ്റിലും ഇതേപോലെ സ്ട്രീറ്റ് ഫുഡ് കൾച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ സ്ട്രീറ്റ് ഫുഡ് നല്ല രീതിക്ക് ആൾക്കാർ കഴിക്കുന്നുണ്ട്. ഒരു ജ്യൂസും കുടിച്ചിട്ട് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി. ഇനി മോളിലോട്ട് പോകുന്നുണ്ട്. എനിക്കൊരു ഷൂസ് മേടിക്കാനുണ്ട്. ഇനി അങ്ങോട്ട് പോകണം. ഇവിടെ ഡെക്കാത്തലോ ഉണ്ടെന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ ആ മോളിൻ്റെ അകത്ത് തന്നെയാണ് ഡെക്കാത്തലോൺ. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഞങ്ങളിതേ മോളിലെത്തിയിട്ടുണ്ട്. ഈ ഡിമാർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഷോപ്പിംഗ് മോൾ. ഷോപ്പ് ചെയ്യേണ്ട ഒരു വൈബ് അങ്ങ് ഇല്ലാതെയായി. നമ്മൾ കയറുമ്പോൾ തന്നെ വീഡിയോ നോട്ട് അലൗഡ് എന്നൊക്കെ പറയുമ്പോൾ ഷോപ്പ് ചെയ്യേണ്ട ഒരു ഇതങ്ങ് പോയി. അപ്പോൾ ഇനി അമ്മയ്ക്ക് കുറച്ച് വെജിറ്റബിൾ ഷോപ്പിംഗ് കൊണ്ട് നമുക്കിനി അങ്ങോട്ട് പോയി അതൊക്കെ ഷോപ്പ് ചെയ്യാം. ഷോപ്പിങ്ങിന് പോകാൻ പറ്റില്ല. ആൾ ഷോപ്പിംഗ് പോകാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിന് ഇങ്ങനെ വിഷമിച്ചിരിക്കുക. ഒരു ഷോപ്പിംഗ് മൂടും പോയി. ശരിക്കും ഇങ്ങനെ ഈ ഒരു അരഗൻ നേച്ചറിലുള്ള സ്റ്റാഫ്സൊക്കെ ഉണ്ടെങ്കിലേ ആ ഒരു ഫേമിന് തന്നെ മോശമാണ്. കാരണം ഞങ്ങൾ നല്ലൊരു ഹാപ്പി മൂഡിൽ വന്നതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ക്യാമറ എടുക്കാൻ പറ്റത്തില്ലേ പറയാം. അപ്പോൾ നിങ്ങൾ ക്യാമറ ഉപയോഗിക്കരുത് പ്ലീസ്. ഇത് അങ്ങനെയല്ല, വന്നിട്ട് ക്യാമറ എടുക്കാൻ പറ്റത്തില്ല, നടക്കത്തില്ല, നിങ്ങൾ എടുക്കരുത്. ഈ ഒരു അരഗൻ നേച്ചറിലുള്ള ടോണായിരുന്നു. ഡിമാർട്ടിൽ ഞങ്ങൾ ഇറങ്ങുന്നത് വരെ അവർ ഞങ്ങളുടെ ബാക്കിൽ നിന്ന് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുത്തെ 2 സ്റ്റാഫ്സ് ഞങ്ങൾ ഇറങ്ങുന്നത് വരെയും എല്ലാ ഫ്ലോറിലും ഞങ്ങളുടെ കൂടെ വന്ന് ദൂരെ വന്ന് ഞങ്ങൾ വീക്ഷിച്ചുകൊണ്ട് ഒരു എസ്കോട്ട് പോലെയായിരുന്നു ഞങ്ങൾക്ക് നിന്നത്. പക്ഷെ അവർ വലിയ സീനില്ലായിരുന്നു കേട്ടോ. അവർ മാന്യമായിട്ട് പറഞ്ഞു നിങ്ങൾ വീഡിയോ എടുക്കരുത്, ഇവിടെ അലൗഡ് അല്ല. മാന്യമായിട്ടാണ് പറഞ്ഞത് വീഡിയോ എടുക്കരുത്. ഞങ്ങൾ പിന്നെ അങ്ങനെ വീഡിയോ എടുത്തില്ല. ഞങ്ങൾ അത്രയും വീഡിയോ എടുത്തതിന് ശേഷമാണ് അവർ പറഞ്ഞത് അലൗഡ്
അതെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര റഷാണ് കേട്ടോ. ഓഫീസ് വിട്ട ടൈമാണ് ഗൈസ്. പിന്നെ കോളേജിലെ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ എല്ലാവരുമായിട്ട് ഭയങ്കര റഷ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് മാർക്കറ്റ് അല്ല, റോഡ് സൈഡിൽ തന്നെയാണ്, ഫുള്ള് കാര്യങ്ങളുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി വെജിറ്റബിൾസ് ഒക്കെ ഷോപ്പ് ചെയ്യാം. രണ്ടുപേരും ഇവിടെ കിടന്ന് അടി കേസ്. ആര് ബാഗ് വയ്ക്കും, ഞാൻ ബാഗ് വയ്ക്കാം, ഞാൻ ബാഗ് വയ്ക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരും ഇവിടെ കിടന്ന് അടിയാ. ഇതാണ് മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിലി എല്ലാം അവൈലബിലിറ്റി ഉണ്ട്. ഭയങ്കര അവൈലബിലിറ്റി ഉണ്ട്. നല്ല രീതിക്ക് റേറ്റ് കുറവാണ്. ഇതൊക്കെ റേറ്റ് കുറവാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇത് നല്ല റേറ്റ് ആണെങ്കിൽ ഇത് ഭയങ്കര റേറ്റ് കുറവാണ്. ഇപ്പം ആപ്പിൾ ആയിക്കോട്ടെ, ക്യാരറ്റ് ആയിക്കോട്ടെ, എന്തിനാ ഇവിടെ റേറ്റ് കുറവാണ്, ചീപ്പായിട്ട് കിട്ടും. 100 का 2 किलो. ഇത് മീൻ സിമ്പിളായിട്ട് ഇങ്ങനെ വഴിയിൽ കൊണ്ട് വയ്ക്കുക. പാനിപൂരിയുടെ ആ ഒരു ഇത് ബൾക്കായിട്ട് കൊടുക്കുന്നതാണ്. തിരക്ക് കണ്ടു ഗൈസ്, അന്യായ തിരക്കാ. ബാഗൊക്കെ ഇത് ഇങ്ങനെ ഫ്രണ്ടിലിട്ടുകൊണ്ട് വേണം പോകാൻ, അല്ലെങ്കിൽ ബാക്കിൽ കൂടെ ഒന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോകും. ഇവിടെ ഭയങ്കര മോഷണമൊക്കെ ഉണ്ട്. ഫോൺ ഇതെല്ലാം നമ്മൾ ഭയങ്കര സൂക്ഷിച്ച് കൊണ്ടുപോയില്ലെങ്കിൽ അടിച്ചുകൊണ്ട് പിടിച്ചു പറിയൊക്കെ ഉണ്ട്. ഇഷ്ടം അത് കിവിയും അത് കണ്ട കൊള്ളാം ഗൈസ്. ഈവനിങ്ങിൽ ഇങ്ങനെ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് ഇറങ്ങാനായിട്ട് എല്ലായിടത്തും ഈ സ്ട്രീറ്റ് ഫുഡ് എന്നുള്ളത് കോമൺ ആണ് കേട്ടോ. ഇവിടെ പാനിപ്പൂരി ഉണ്ട്, പല 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 സംഭവങ്ങൾ അവിടെ ഇവിടെ അങ്ങോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ മുംബൈയിലെ ഫേമസ് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ പോവാണ് പാനിപ്പൂരി. എനിക്ക് ഇവിടെ വന്ന ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള കാര്യമാണ് പാനിപ്പൂരി, ദൈപ്പൂരി. അമ്മ ദഹിപ്പൂരി വാങ്ങിച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട്. ഞാൻ കരിപൂരി ചെയ്യാൻ പോവാം. ഇവിടുത്തെ അടുത്തൊരു പ്രധാന ഡിഷാണ് സമൂസ. സമൂസ ഇവിടെ എല്ലാവരും കഴിക്കുന്ന ഒരു സംഭവമാണ്. വൈകിട്ടാകുമ്പോൾ എല്ലാവരും സ്നാക്സ് ആയിട്ട്, നമ്മുടെ നാട്ടിൽ വടയും ചായയും കഴിക്കുമ്പോൾ എല്ലാവരും ഇവിടെ സമൂസ കഴിക്കും. ഇങ്ങനെ സമൂസ ഉണ്ടാക്കുന്നത് ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, ആൾക്കാർ വാങ്ങുന്നുണ്ട്, നല്ല തിരക്കുണ്ട്. അത്യാവശ്യം എല്ലാവരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ സ്ട്രീറ്റിൽ തന്നെ ഷവർമയുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട് ഗേസ്. സമൂസ ചാറ്റ്. അടുത്ത സെക്ഷനിൽ വടാപ്പാവാണ് ഗേസ്. ഇത് കണ്ടു ഗേസ്, എന്ത് സാധനമാണെന്ന് എനിക്കും അറിയത്തില്ല. क्या है भाई? क्या है? ये मराठी में बोलते हैं सीरा पूरी, और ये हिंदी में हम लोग बोलते हैं हलवा पराठा. ഹൽവ പറാട്ട. ഇത് നമ്മുടെ കേസരിയിലെ വേറൊരു സാധനമാണെന്ന് തോന്നുന്നു, അതേപോലെ ഇരിക്കുന്നു. സാധാരണ ഇവിടെ വടാപ്പാവാണ് വരുന്നത്. ഇവിടെ പാവിൻ്റെ അകത്ത്, അതായത് ബണ്ണിൻ്റെ അകത്ത് ഓംപ്ലേറ്റ് വെച്ചിട്ടുള്ള. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേസ്. ഫ്രഷ് കടലയാട്ടോ, മണ്ണ് വരെ അതിലിരിപ്പുണ്ട്. ഇവിടെ അങ്ങനെ ഒരു നല്ല കാര്യമുണ്ട് കേട്ടോ, നമുക്ക് എല്ലാം ഫ്രഷായിട്ട് കിട്ടും. ഫ്രഷായിട്ട് അഫോർഡബിൾ റേറ്റിൽ കിട്ടും. നല്ല തിരക്കുണ്ട് ഇപ്പോഴും. മുംബൈ ഫുൾ ഓണായി ഗൈസ്. ഇനി രാത്രി 12 മണി വരെ ഇത് ഓണായിരിക്കും സ്ട്രീറ്റ് ഫുൾ. ഇത് കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ അതേ മീൻ വെച്ചുകൊണ്ടിരിക്കുന്ന അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ. ഇവിടുത്തെ ചായ ഉണ്ടോ ഗീസ്? വളരെ ചെറുതാണ്. കുഞ്ഞു ഗ്ലാസ്സിലെ ചായ, വളരെ കുഞ്ഞു ചായ ഗീസ്. ഇതിൽ ഇത്രേ ഉള്ളൂ. ഞാൻ കോഴിക്കോട്ടാണ് മോഹബത്ത് കാ സർബത്ത് കേട്ടിട്ടുള്ളത്. ഇവിടെ ഉണ്ട് മോഹബത്ത് കാ സർബത്ത്. നേരത്തെ ബന്നിൻ്റെ അകത്ത് ഓംപ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ, ഇവിടെ വേറെ എന്തോ ആണ് കേട്ടോ. ഇത് അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കും. ഇത് ഇവിടെ
ചിക്കൻ്റെ എന്തോ ഐറ്റം ഉണ്ട് കേട്ടോ. എന്താന്ന് നോക്കട്ടെ. ചിക്കൻ ഫ്രൈ ആണോ? ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങളെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. ഞാൻ നേരെ ട്രെയിൻ കയറണം. ഇവിടുന്ന് തൊട്ടടുത്ത സ്റ്റോപ്പ് തന്നെയാണ്. പക്ഷെ നല്ല തിരക്കുണ്ട് കേട്ടോ. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ഗൈസ്, നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞത് വീട്ടിലെത്തി. നല്ല റഷ് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുന്ന വഴിയും ഓട്ടോയിലും ട്രെയിനിലും സ്ട്രീറ്റിലും ഫുൾ റഷാണ്. കാരണം ഇപ്പോൾ ഓഫീസ് ടൈമാണ്. ഓഫീസ് ടൈം ഫുൾ റഷ് ആയിരിക്കും. ഇനി പോയി ഫ്രഷ് ആവണം ഗൈസ്. നല്ല ടയേർഡായിട്ടുണ്ട്. ഫ്രഷ് ആകുമ്പോൾ ശരിയാവും. ഫുള്ളും ഭയങ്കര പൊടിയൊക്കെ ഇല്ലേ, ഫുള്ളും ഇതായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ എന്തായാലും പോയി ഫ്രഷ് ആകാൻ പോവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബൈ.